എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. മോനെയും വാക്കൊക്കെ കഴിഞ്ഞ് ഓന് മോഹമൊക്കെ കഴുകി ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. പുറമൊക്കെ കാണാൻ വണ്ടികൾ. എൻ്റെ ഡാഡി പുറത്തോട്ട് പോയിട്ടുണ്ട് പാല് മേടിക്കാൻ. അതൊക്കെയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് റോഡിലുള്ള പോകുന്നതും വരുന്നതൊക്കെ കാണാം കേട്ടോ. ഇപ്പുറത്തെ വീടും സമയത്ത് വെയിൽ ഉദിച്ചെങ്കിൽ ചൂട് കുറവാണ്. ചൂട് വന്നാൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഒന്നുതേ അടുക്കളയിൽ ഞാൻ പണി ചെയ്ത ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ. അടുക്കളയിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊന്ന് സ്മെല്ലൊക്കെ ചെയ്തിട്ട് പോകും കേട്ടോ. അങ്ങനെ പോകുന്ന ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചാണ്. കടലക്കറി പൂട്ടൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം നല്ലൊരു കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. എല്ലാവരും കടലക്കറി ഉണ്ടാക്കിയിരിക്കും. എന്നാലും നമുക്കൊന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച് കടലക്കറി ഇങ്ങനെ നല്ല സൂപ്പർ കടലക്കറി ആയിരിക്കും കേട്ടോ. കടല അടുപ്പിൽ വെച്ച് അതൊന്ന് വേകട്ടെ. സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന കേട്ടോ. ഗ്യാസ് നല്ലവണ്ണം വേകട്ടെ. എന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടലക്കറി ഇങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കടല ഇരുന്ന് വേകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ തേങ്ങ നമുക്ക് വറുത്ത് അരക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടി ഇതേ ഒരു അര ടീസ്പൂൺ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അതിൽ കൂടെ തേങ്ങ, കറിവേപ്പില, ഉള്ളി, കുറച്ച് പെരിഞ്ചീരകം, കടുക് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു വെളുത്തുള്ളി, അല്ലാതെ ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് നല്ല ചുവന്ന കളറാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ വെന്ത് കിട്ടും. ഇട്ട് ഒന്ന് തണുത്തിട്ട് വേണം അരക്കാൻ മിക്സിയിലിട്ട്. ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കടലക്കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി ഇങ്ങനെ അരച്ച് കഴിയുമ്പോൾ നല്ല ഹോട്ടലിലെ നല്ല ഇറച്ചിക്കറിയുടെ മണം വരും കേട്ടോ. നമ്മൾ ആ പെരിഞ്ചീരവും കടുകും എല്ലാം കൂടി ഇട്ട് അരക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ കടല വെന്തു കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തണുത്തിട്ട് ഇതൊന്ന് അരക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടി വെച്ച് സവാളയൊക്കെ വഴറ്റാം. ചീനച്ചട്ടി വെച്ചു കേട്ടോ. ചീനച്ചട്ടി വെച്ചപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റി വെക്കുമ്പോഴത്തേക്ക് കൂട്ടൊക്കെ അരച്ചുകൊണ്ട് വരാം. എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച്. അപ്പോൾ ഞാനിതിൽ ഒരു 2 സവാള, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ. പിന്നെ 2 കറുകപ്പട്ട ഇട്ട് കൊടുക്കും. പിന്നെ കറിവേപ്പിലയും. പിന്നെ എല്ലാം ചൂടാകട്ടെ. അപ്പോൾ എന്താണെന്നറിയാമോ, ഇന്ന് ഗോതമ്പ് പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഗോതമ്പ് പൂട്ട് അവർ കഴിക്കത്തില്ല കേട്ടോ. അവർക്ക് അരിപ്പൂട്ട് മതി. അതും പൂട്ട് കുറച്ചേ കഴിക്കത്തുള്ളൂ അവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗോതമ്പ് പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഗോതമ്പ് പൂട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഗോതമ്പ് പൂട്ടും കടലക്കറി ആകുമ്പോൾ രാത്രി റൊട്ടിയും കടലക്കറിയും ഉണ്ടാക്കാമല്ലോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഞാനിത് കറുകപ്പട്ട ഇട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഒരു മിക്സിയും വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് വഴറ്റിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് മിക്സിയിലുള്ളത് അരച്ചുകൊണ്ട് വരട്ടെ. ഇതൊന്ന് വരണ്ടുണ്ട്. വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില കണ്ടാൽ പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് പപ്പറാൾ വന്നിട്ട് അത് കണ്ടാൽ എനിക്ക് പിന്നെ തിരിച്ച് നിൽക്കാൻ പറ്റില്ല. വാരി കോരി ഇടുന്നുണ്ട്. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഞാനൊരു ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നു. ഒരു ടൊമാറ്റോ ഇട്ട് കൂടുതലൊന്നും. അതൊരു അധികം പഴുക്കാത്ത ഒരു ടൊമാറ്റോയാണ്. എന്നാലും ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റ് നോക്കുന്നത്. അപ്പം അതിൻ്റെ തേങ്ങയൊക്കെ അരച്ച് ഞാനിത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കടല ഇടും. നല്ല സൂപ്പർ കടലക്കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കില്ലേ, നമ്മൾ ആ പെരിഞ്ചീരകവും കുരുമുളകൊക്കെ അതിലിട്ട് അരക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നല്ല ഒരു ഇറച്ചിയുടെ സ്മെല്ലൊക്കെ വരും കേട്ടോ.
നമ്മൾ കടല ഇട്ട് കൊടുക്കാം. കടലക്കറിയായി. അടുത്ത് നമുക്ക് ഗോതമ്പ് കൂട്ടുണ്ടാക്കണം. കൊണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഗോതമ്പ് കൂട്ടുണ്ടാക്കുമ്പോഴേ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, ഞാൻ ഇതിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഈ ഗോതമ്പ് പൊടി ഒന്നൊന്ന് ജസ്റ്റ് ചൂടാക്കണം. ചൂടാക്കിയിട്ട് തണുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് പൂട്ടുണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കാൻ പോകുന്ന, ഒരുപാട് ചൂടാക്കി കരിയിക്കരുത് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്തുവെച്ചാൽ മതി. അതൊരു ടേസ്റ്റ് എന്നാ പറയുന്നത്. നമ്മുടെ പച്ച ഗോതമ്പ് പൊടി കുഴക്കുന്നതിനേക്കാൾ നല്ലത് ഇച്ചിരി ചൂടാക്കിയിട്ട് തണുക്കണം കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തിട്ട് ചൂടാക്കാൻ പോകുന്നു. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ടുണ്ടല്ലോ തണുക്കാൻ വെക്കണം. പിന്നെ തേങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സമയം കിട്ടുമ്പോൾ തന്നെ തേങ്ങ തിരികെ വെക്കും. വെളുത്തുള്ളിയൊക്കെ പൊളിച്ചൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. എല്ലാത്തിനും സമയം കിട്ടില്ല. ഇപ്പം മക്കളില്ലെങ്കിൽ പുറത്തെ പണി ഭയങ്കരമാണ് കേട്ടോ. പിന്നെ അവളുടെ ഡ്രസ്സിൻ്റെ ടേബിൾ തുടക്കണം, അവളുടെ റൂമൊക്കെ ഒന്ന് കപ്പ് ഒക്കെ നേരാമണ്ണം വയ്ക്കും, അടുക്കി പറക്കിയൊക്കെ, അതൊക്കെയാണ് പണി കേട്ടോ. അപ്പം ഈ മോൻ്റെ ഭക്ഷണം വയ്ക്കണം, ചായ വേണം, ചായ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ മതി കേട്ടോ. ആ പച്ചപ്പ് പോകാണ്ട് കരിക്കരുത്. ചൂടാക്കിയിട്ട് നമ്മൾ തണുത്തിട്ട് കൂട്ടിന് കുഴയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കൂട്ടെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഗോതമ്പ് പൊടി അങ്ങനെയും ചെയ്യുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി കൂട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി വെച്ച് കൂട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതൊന്ന് ചൂടായി കേട്ടോ. ചൂടായി വരുമ്പോഴത്തേക്കും ഞാനൊന്ന് വേറെ പാത്രത്തിലേക്ക് തട്ടാം. ഇതിലിരുന്നാൽ തന്നെ നമുക്കുണ്ടല്ലോ അത് ഒന്നും കൂടെ കരിഞ്ഞു പോവേ. അപ്പം ഞാൻ അതിലേക്ക് തട്ടുന്നു. കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് അതിലേക്ക് തട്ടുന്നു. തട്ടി വെച്ച് കഴിഞ്ഞിരുന്നാൽ ആ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ചൂട് ഒന്നും കൂടെ കരിഞ്ഞു പിടിക്കും. കടലക്കറിയായി. കടലക്കറി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. കടലക്കറിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് പൂട്ടിന് വെക്കാൻ പോകുന്നത് കേട്ടോ. കുക്കറിൽ തന്നെ കുക്കറിലുള്ള ആ ഒരു പാത്രമാണ് കേട്ടോ പൂട്ടുണ്ടാക്കാൻ. അപ്പോൾ പൂട്ടുകുറ്റി ഞാൻ ഈ കുക്കറിൽ തന്നെ വെച്ച് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ഞാൻ മാവ് കുഴയ്ക്കാം. തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്നറിയാമോ, എത്ര വയ്യാതെ നമ്മൾ കിടന്നിരുന്നാലും രാവിലെ ഭർത്താക്കന്മാർ പോകുന്ന സമയം നമ്മൾ എണീറ്റ് പോവുക അല്ലേ. എത്ര വയ്യാന്നും പറഞ്ഞ് കിടക്കട്ടെ, പക്ഷെ അവരൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാതെ പറ്റൂല. അപ്പം ഞാൻ ഉപ്പ് വെള്ളം അതിൽ തന്നെ ഇട്ടേക്കും കേട്ടോ. എന്നിട്ടാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ കാര്യം നോക്കണം. ഒരു ചായയും കൂടെ ഇടണം. ഒരു ചായ കുടിച്ച് കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ഹസ്ബൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ വേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഗൈസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരുന്തോറും നമുക്ക് നല്ല നല്ല വീഡിയോ ഇടാൻ നോക്കും. ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ പണി ചെയ്യുമ്പോഴും നമ്മൾ വിയർത്തുകൊണ്ട് കഴിക്കണം. ഒന്നാമത്തെ അടുക്കളയിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അതങ്ങനെയാണ്. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ചൂടായിരിക്കും. ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസൊന്നും കത്തേയില്ല, ഫ്ലെയിം കുറയും. പിന്നെ അപ്പോൾ ഇരട്ടി ഗ്യാസും പോവും, നമ്മുടെ ടൈമും വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് പിന്നെ ഫാനും എക്സോസ്റ്റ് ഫാനിൻ്റെ ഒക്കെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാമറ വോയിസും ശരിയാവില്ല. ആകെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ. നല്ല ഗോതമ്പ് കൂട്ട് നല്ലതാണ് കേട്ടോ. ഷുഗർ പേഷ്യൻറ്റിനും പ്രഷറുള്ളവർക്കും UTI പ്രോബ്ലം ഉള്ളവർക്കും ക്രിയേറ്റിനുള്ളവർക്കൊക്കെ സ്റ്റീമായിട്ട് എടുക്കുന്നതല്ലേ നമ്മൾ. തേങ്ങ കുറച്ച് ഇടുന്നുള്ളവർക്ക്. പക്ഷേ ഗോതമ്പ് പൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എനിക്ക് തേങ്ങ വേണം പൂട്ടിടുമ്പോൾ. എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ തേങ്ങ ഒരുപാട് ഇടരുതെന്ന്. പക്ഷെ പൂട്ടിന് എനിക്ക് തേങ്ങ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. അതാണ് ഈ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിരുന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു പൂട്ട് വച്ചു.
കുറച്ച് മതി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ചോറൊന്നും വെക്കൂല, മോന് മാത്രമുള്ള ചോറ് വെക്കുള്ളൂ കേട്ടോ. മോന് മാത്രം ചോറ് പെഡിഗ്രിയോ ഒക്കെ കൊടുക്കും. ഇന്നലെ അവന് ഞാൻ ചിക്കനാണ് കൊടുത്തത്, അപ്പോൾ ഇന്ന് തൈരൊക്കെ കൂട്ടി കൊടുക്കണം, മാമ്പഴമൊക്കെ കൂട്ടി കൊടുക്കണം അവന്. കടലക്കറിയും പുട്ടൊക്കെ ആയി. നമ്മുടെ ഹസ്ബൻഡിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഒരുത്തൻ ഓടി വരുന്ന കേട്ടോ. മോളിൽ പോണോ? പോവാട്ടാ, ഇവിടെ കുറച്ച് ഒതുക്കിയിട്ട് പോവാട്ടാ മുകളിൽ. അപ്പോൾ പൂട്ടായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പൂട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് വറുക്കണം കേട്ടോ. വറുക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കണം, കരിയരുത്. എന്നിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പൂട്ടിനുള്ള അടുത്തതും വച്ചിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, വച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ആയിട്ട് കൂട്ട് പരിപാടി കഴിഞ്ഞു. എന്താണ് സോഫയുടെ ഇടയിൽ കയറി കിടക്കുന്നേ? ഒളിച്ചു കിടക്കുന്ന പൊന്നോ. അപ്പോൾ ഇവന് മോളിൽ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഒന്ന് മോളിൽ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരണം. മോളിൽ പോവാം, മോളിൽ പോവാം, ബാ ബാ, മോളിൽ പോവാം ബാ. ഓ, ഇവിടെ കിടന്ന് ഉരുണ്ട് ഒളിച്ചിരിക്കുന്നു സോഫയുടെ ഇടയിൽ. ബാ, മോളിൽ പോവാം. റൊട്ടി കഴിക്കണോ? വാ ഇങ്ങോട്ട്, ഡാഡി കൊണ്ടുപോവും. വാ, ഓടി വാ, റൊട്ടി കഴിച്ചിട്ടിരിക്കാം. ബാ ബാ, വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കേട്ടാ, അവിടെ ഇരുന്ന് കഴിച്ചോ. പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന് കഴിക്കും. പിന്നെ തീറ്റിപ്പിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ. റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവന് മൂഡ് വേണം കഴിക്കാൻ. അല്ല, പെട്ടെന്ന് കഴിച്ചു, പെട്ടെന്ന് കഴിച്ചോ. പൂക്കാരൻ വരുന്നുണ്ട്. ഡാഡി കൊണ്ടുപോകും പൊന്നിനെ. കാളൂന് കൊടുക്കണ്ട, കാളൂന്. അതും രാവിലെ ആണ് റൊട്ടി കഴിക്കുന്നത്. ഇല്ല, ചിലപ്പോൾ രാത്രി കഴിക്കും കേട്ടോ. ഉച്ചക്കൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്താൽ കഴിക്കും. പെട്ടെന്ന് കഴിച്ചോ. കാലൂന് കൊടുക്കണ്ട റൊട്ടി. ആ, മോനാണ്, കഴിച്ചോ. തറയിൽ ഇടല്ലേ. പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന് കഴിക്കും. ഡാഡി പറയുന്നുണ്ടോ, കഴിച്ചോ കഴിച്ചോ. പെട്ടെന്ന് ഡാഡി പുറത്ത് കൊണ്ടുപോകും പൊന്നിനെ, പുറത്ത് കൊണ്ടുപോകണ്ടേ. നമുക്ക് വണ്ടിയിൽ പോകണ്ടേ, ചേട്ടൻ വരുമ്പോൾ നമുക്ക് വണ്ടിയിൽ പോകണമല്ലോ. പിന്നെ തീറ്റിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇപ്പോൾ രാവിലെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ബിസ്ക്കറ്റ് കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 മണിയാകുമ്പോൾ നമുക്ക് ചോറ് കൊടുത്താൽ മതിയല്ലോ. ആ സമയത്താണ് ഞാൻ എപ്പോഴും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇന്ന് ഇത്തിരി നേരത്തെ വീഡിയോ എടുത്തേ ഉള്ളൂ. മുകളിലൊക്കെ പോകാമേ. കാലൂന് കൊടുക്കണ്ടേ, പാവമല്ലേ, കാലിന് ചോറ് കൊടുക്കണം. കാലൂന് എപ്പോഴെപ്പോഴും രോഗം വരുന്ന, മൂക്കിൽ നിന്ന് ബ്ലഡും ഒക്കെ. കാലൂന് എപ്പോഴും രോഗിയാണ്. അവൾ ഒരു ദിവസം ഊണ് കഴിച്ചാൽ ഒരു ദിവസം ചോറ് കഴിക്കില്ല, വച്ചിട്ട് പോകും. എന്നാ കഴിച്ചോ, പെട്ടെന്ന് കഴിച്ചോ. കുയ് 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 കുയിക്ക്. റൊട്ടി ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. 2-3 റൊട്ടിയൊക്കെ അവന് വിശപ്പുണ്ടെങ്കിൽ കഴിക്കും. ബിസ്ക്കറ്റ് കഴിച്ചാൽ കഴിക്കും കേട്ടോ രാവിലെ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ചോറോ പെഡിഗ്രി കുറച്ചേ കഴിക്കുള്ളൂ എന്ന് മാത്രം. എന്നാലും ഞാൻ 12 മണിക്ക് കൊടുക്കുക, കാരണം അവൻ്റെ മെഡിസിൻസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെറുതായിട്ട് ഇത് കണ്ടോ, ചെറുതായിട്ട് മുറിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ മുട്ട ഉള്ളിൽ വെച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന്. ഡാഡ വഴക്കുറയും പെട്ടെന്ന്. തീറ്റിക്കുന്നതിന് കുറച്ച് പാടാണ് കേട്ടോ. പെട്ടെന്ന് കഴിച്ചു, പെട്ടെന്ന് കഴിച്ചു. നമുക്ക് പോവാട്ടാ, പുറത്ത് പോവാം. നീ കുറച്ചും കൂടെയുള്ളൂ, അതും കൂടെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം അവനെ. ഇവിടെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, റൊട്ടിയുടെ അകത്ത് ഇവർ എണ്ണയൊന്നും ഇടൂലല്ലോ, ചുടുവല്ലോ. അപ്പോൾ റൊട്ടിയുടെ അകത്ത് തൈര് വെച്ചിട്ട് കൊടുക്കും കേട്ടോ പെറ്റ്സിനൊക്കെ. മാർവാടീസാണെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ കൂട്ടി കൊടുക്കും. ഞാൻ തൈര് അങ്ങനെ അവന് റൊട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല. അവൻ ഇങ്ങനെ തന്നെ വേണം, ഇല്ല പിന്നെ മുട്ട അകത്ത് വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇവരെ തീറ്റിക്കാൻ പാടാണ് കേട്ടോ അവനെ.
ഡാഡ ചോദിക്കുന്നുണ്ട കഴിച്ചില്ലേടാ കഴിച്ചോന്ന് പെട്ടെന്ന് കഴിക്കില്ലേ കൊണ്ടുപോകില്ല ക്ലബിൻ്റെ അവിടെയൊക്കെ പൊന്നിനെ കൊണ്ടുപോകണ്ടേ ഡാഡ അപ്പം കഴിക്കണം പെട്ടെന്ന് കഴിച്ചോ എന്ന് പറഞ്ഞാണ്ട ഡാഡി കഴിച്ചോന്ന് പെട്ടെന്ന് കഴിക്കും പെട്ടെന്ന് ഹോയ് ഗച്ചേ ഹോയ് ഗച്ചേ ഹോയ് ഗച്ചേ ഹോയ് ഗച്ചേ ഹോയ് ഗച്ചേ കഥ ഗുഡ് ബൈ ഇനി വെള്ളം കുടിക്കട്ടാ വാ വെള്ളം കുടിച്ചോ വെള്ളം ഒരുപാട് കുടിക്കണം എന്നാ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സ് ഒന്നും കൂടെ കുടിക്കേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. അപ്പോൾ അവനിന്ന് വെള്ളമൊക്കെ കുടിപ്പിച്ചു. രാവിലത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 12 മണിയാകുമ്പോൾ ചോറ് കൊടുക്കും. വെള്ളം ഒരുപാട് കുടിപ്പിക്കും കേട്ടോ ഞങ്ങൾ. കാരണം വെള്ളം ഈ ചൂടത്ത് കുടിച്ചില്ലെങ്കിൽ അവർക്ക് മൂത്രത്തിനൊക്കെ പ്രോബ്ലം വരില്ലേ. വെള്ളം എന്തോരം കുടിക്കണം അതാണ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ. കേട്ടോ ചെല്ലുവാണ് കൊഞ്ചെന്നാ. ഓക്കെ ബൈ ഗൈസ്.